1201 മേടമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാൻ പ്രവചിക്കുന്നത്. 14/4/2026 മുതൽ 14/5/2026 വരെയുള്ള ഒരു മാസത്തെ ഫലങ്ങളാണ്. ചിങ്ങക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗവും ചേർന്നതാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. ദാമ്പത്യ കലഹം ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ദമ്പതിമാർ തമ്മിൽ ഏതെങ്കിലും തരത്തിൽ പിണങ്ങി അങ്ങനെ മാറി നിന്നിട്ടുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലോ ബന്ധം പിരിയാൻ വേണ്ടി അതൊക്കെ ഒത്തുതീർപ്പാകും. അവർ തമ്മിൽ പ്രശ്നങ്ങളെല്ലാം തീർത്ത് അവർ വളരെ സന്തോഷമായിട്ട് ഒന്നിച്ചാകും. അതുപോലെ തന്നെ അപവാദങ്ങൾ ഉണ്ടായതെല്ലാം അതിൻ്റെ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ച് നിങ്ങളറിയാത്ത കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ പറഞ്ഞു പരത്തുകയും അതുവഴി അത് ആൾക്കാർ കുറേ പേർ അത് വിശ്വസിക്കുകയും നിങ്ങളിൽ അവിശ്വാസം ഉണ്ടാക്കുകയും ചെയ്ത ആ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ തെറ്റുകാരനല്ല എന്ന് മനസ്സിലാക്കി അവരെല്ലാം നിങ്ങളെ ഒരു നല്ല രീതിയിൽ കണക്കാക്കാം. അതുപോലെ പ്രവാസി ജീവിതം നയിക്കുന്നവർക്കാണെങ്കിൽ സുഖമായിട്ടുള്ള ഒരു പ്രവാസി ജീവിതം അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. അതുപോലെ ധനനഷ്ടങ്ങൾ, അതായത് പാഴ്ചിലവുകളൊക്കെ ഒഴിവാക്കി നല്ല രീതിയിൽ പോകാൻ സാധിക്കും. അതുപോലെ ധനലാഭം നല്ല രീതിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ പുണ്യപ്രവർത്തികൾക്ക്, അതായത് പൂജ, ആരാധന, മറ്റുള്ള രീതിയിലുള്ള ഉപാസനകൾക്കെല്ലാം വളരെ പ്രയോജനം ലഭിക്കുന്ന ഒരു മാസമാണ് ഈ മേടമാസം. ചിങ്ങക്കൂറുകാർക്ക് സൗഖ്യമുണ്ടാകാം, ശരീരത്തിന് നല്ല സൗഖ്യമുണ്ടാകുക, മനസ്സിനും നല്ല രീതിയിൽ സൗഖ്യമുണ്ടാകാം. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. മുമ്പൊക്കെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് തടസ്സങ്ങളുണ്ട്. അതിൽ ഏറെക്കുറെ തടസ്സങ്ങളെല്ലാം അവർക്ക് മാറിക്കിട്ടും. അതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ, അതായത് പൊതുപ്രവർത്തകർക്കും പ്രൊമോഷൻ ലഭിക്കും, അതായത് ഉദ്യോഗത്തിൽ മേൽക്കയറ്റം ലഭിക്കാം. രക്തസംബന്ധമായ രോഗമുള്ളവർക്ക് അത് സുഖം പ്രാപിക്കുന്നതിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വ്രണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം സുഖം പ്രാപിച്ചു കിട്ടും. പല വിലപിടിപ്പുള്ള സമ്മാനങ്ങളും ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ചില ഗ്രഹങ്ങൾ മോശം രാശികളിൽ സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങളും കൂടി പ്രതീക്ഷിക്കാവുന്നതാണ്. ബന്ധുവിൻ്റെ വിരഹം ഉണ്ടാകാം, ശത്രുവർദ്ധന ഉണ്ടാകാം, ധനനഷ്ടം വരാതെ ശ്രദ്ധിക്കണം. അതുപോലെ പ്രാർത്ഥനകളും ഉപാസനകളും ഒരിക്കലും മുടക്കരുത്. വളരെയധികം നേരത്തെ പറഞ്ഞതുപോലെ വളരെ പ്രയോജനം കിട്ടുന്ന ഒരു ദൈവിക കടാക്ഷം കിട്ടുന്ന, അതായത് കൃപ കിട്ടുന്ന ഒരു മാസമാണ്. അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരാം. നിങ്ങളുടെ കീഴുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥനോ ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ തുല്യ പവറുള്ള ഒരു ഉദ്യോഗസ്ഥനോ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം ലീവ് എടുക്കുകയോ അല്ലെങ്കിൽ പെൻഷൻ പറ്റിപ്പോവുകയോ ചെയ്യുന്ന ആ ഒഴിവിൽ നിങ്ങൾക്ക് കുറേ കാലം അധിക ചാർജും കൂടി നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരാം. അത് നിങ്ങൾക്ക് വർക്ക് ലോഡ് കൂടുമെങ്കിലും വളരെ സാമ്പത്തിക ഗുണങ്ങൾ ലഭിക്കും. അതുപോലെ വ്യക്തിത്വ പ്രതിസന്ധി ഉണ്ടാകാണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആലോചനാശൂന്യമായ ഇടപാടുകൾ ഉണ്ടാവില്ല. അതായത് എന്ത് കാര്യം തീരുമാനിച്ചാലും അതിൻ്റെ വരും വരായികൾ ആലോചിച്ചിട്ട് വേണം ആ കാര്യങ്ങൾ തീരുമാനിക്കാൻ. അതല്ല എങ്കിൽ അതിന് പരിചയസമ്പന്നരും വിശ്വസ്തരുമായ ആൾക്കാരുടെ അഭിപ്രായം തേടിയിട്ട് വേണം അത് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ പരാജയം ആകാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. ഇനി ചിങ്ങക്കൂറിൽ വരുന്ന ഓരോ നക്ഷത്രങ്ങളെയും വേർതിരിച്ചാണ്, പ്രായത്തിനനുസരിച്ചാണ് ഞാൻ പറയുന്നത്. ആദ്യം മകൻ നക്ഷത്രക്കാരാണ്. 2.5 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് കുറച്ച് മോശമായ ഒരു സമയമാണ്. അതായത് രോഗം, ദാരിദ്ര്യം എല്ലാം കൊണ്ട് ഒരു കഷ്ടപ്പെടുന്ന ഒരു സമയം വരാം. അടുത്ത് 2.5 വയസ്സ് മുതൽ 20 വയസ്സ് വരെ ഉള്ളവർക്ക് വിദ്യാഭ്യാസം തടസ്സമില്ലാണ്ട് മുന്നോട്ട് പോകും. തടസ്സം വരുമെന്ന് വിചാരിക്കും, പക്ഷേ എങ്കിലും ഭാഗ്യം, വിദ്യാദേവത കടാക്ഷിച്ച് അതിൻ്റെ ആ ഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടേയിരിക്കും. 20 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ധനനാശം കാണുന്നു. എങ്കിലും ഉന്നത വിദ്യാഭ്യാസം നേടുവാൻ ഇതിൽ ചില മകൻ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ട്. അവർക്ക് വിദേശ തൊഴിൽ ചെയ്യുന്നതിന് ഒരു സാധ്യത കാണുന്നുണ്ട്. വിദേശവാസവും ചെയ്യാം. അവിടെ പോയി വരാനും അവിടെ ജോലി ചെയ്യാനും എല്ലാത്തിനും അവർക്ക് ഭാഗ്യമുണ്ട്. ശരീരത്തിൽ ഈ സമയം ഒരു ചെറിയ മുറിവ്, ചതവ്, ഒടിവൊക്കെ വരാനും അതുമൂലം ചെറിയൊരു സർജറി നടക്കുന്നതിനും ഒരു സാധ്യത ചില മകൻ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ബന്ധുജനങ്ങളുടെ വേർപാട്, ഉറ്റ ബന്ധുക്കളാരെങ്കിലും മരിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. വിവാഹവും ചില മകൻ നക്ഷത്രക്കാർക്ക് നടക്കാം. സന്താന ഭാഗ്യം ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. 26 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണകരമായ ഒരു സമയമാണ് എങ്കിലും പല പ്രശ്നങ്ങളും തുടങ്ങാൻ പോകുന്ന ഒരു
കാലമാണ്. സാമ്പത്തിക പ്രശ്നം വരാം, എങ്കിലും കാര്യങ്ങളെല്ലാം തടസ്സം വരാതെ നടന്നു കിട്ടും. പൈസ കിട്ടും, നടന്നും കിട്ടും. ദാമ്പത്യ പ്രശ്നങ്ങൾ വരുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ പുനർവിവാഹം കഴിക്കുന്നതിനും കൂടി ഒരു സാധ്യത കാണുന്നുണ്ട്. മനസ്സിനിണങ്ങിയ ഒരു ജോലിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുപോലെ മനസ്സിനിണങ്ങിയ ഒരു ജോലി, മനസ്സിന് തൃപ്തികരമായ ഒരു ജോലി ചെയ്യുന്നതിനും കൂടിയുള്ള ഒരു ഭാഗ്യമുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ സാധിക്കും, പുതിയ ഗൃഹം വാങ്ങാൻ സാധിക്കും, അതായത് പുതിയ വീട് ഗൃഹം വാങ്ങാൻ സാധിക്കും. അടുത്ത 36 വയസ്സ് മുതൽ 43 വയസ്സ് വരെ ഉള്ളവർക്ക്, മകൻ നക്ഷത്രക്കാർക്ക് ചില വൈദ്യസഹായം വേണ്ടി വന്നേക്കാം. അത് മേജർ സർജറികളൊന്നുമല്ല, ചില അവയവത്തിന് സർജറി വേണ്ടി വരും. അതായത് ഹിരണ്യ, പൈൽസ്, അപ്പൻഡിക്സ് അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു സർജറി വേണ്ടി വന്നേക്കാം. വീടും വാഹനങ്ങളും വാങ്ങേണ്ട ഭാഗ്യവും അവർക്ക് ഈ സമയമുണ്ട്. 43 വയസ്സ് മുതൽ 61 വയസ്സ് വരെയുള്ള മകൻ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ ഈ കാലയളവിൽ വളരെ ചിന്തിച്ച് ആലോചിച്ച് വേണം ചെയ്യാൻ. ബുദ്ധിയും യുക്തിയും കൂടി ചേർത്തും പരിചയസമ്പന്നരും വിശ്വസ്തരുമായ ആൾക്കാരോ അഭിപ്രായം കൂടി തേടിയിട്ട് വേണം ഓരോ കാര്യങ്ങളിലേക്ക് തീരുമാനിക്കാൻ. അല്ലാണ്ട് പെട്ടെന്നൊരു കാര്യം തീരുമാനിക്കരുത്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, അതായത് സ്റ്റാർട്ടപ്പ് മാതിരിയുള്ളവ തുടങ്ങുമ്പോൾ വളരെ ചിന്തിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെപ്രാളം കാണിക്കാണ്ട് വേണം ചെയ്യാൻ. 61 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ധാരാളം ധനം ലഭിക്കേണ്ട ഒരു സമയമാണ്. പല പദ്ധതികളിൽ അല്ലെങ്കിൽ പുതിയ സംരംഭം തുടങ്ങിയ ആൾക്കാർക്കാണെങ്കിൽ നല്ലൊരു വിജയം കിട്ടേണ്ട ഒരു സമയമാണ്. നാനാ വഴികളിലൂടെ, അതായത് പല വിധത്തിൽ കൂടി അവർക്ക് സമ്പത്ത് ലഭിക്കാം. അത് വേണ്ടും വിധം സമ്പാദിക്കാം. മനസ്സമാധാനങ്ങളും ശരീരസുഖവും കിട്ടും. എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ നിങ്ങളുടേതായിട്ടുള്ള ഒരു പേറ്റന്റ്, ഒരു സംഭാവന നിങ്ങൾക്ക് രാജ്യത്തിന് സമർപ്പിക്കാൻ സാധിക്കും. അടുത്ത പൂര നക്ഷത്രക്കാർക്കുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 15 വയസ്സ് വരെയുള്ള പൂര നക്ഷത്രക്കാർക്ക് ബന്ധുക്കളുടെ ഒത്തുചേരലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാം. വിദ്യാഭ്യാസം ഒരു അലച്ചിലുമില്ലാണ്ട്, അതായത് യാതൊരു തടസ്സവുമില്ലാണ്ട് വിദ്യാഭ്യാസം നടക്കുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനങ്ങൾ ലഭ്യമാകാം. ഈ സമയത്ത് പൂര നക്ഷത്രക്കാർക്ക് ചിത്രരചന, മറ്റുള്ള കലാ കാര്യങ്ങളൊക്കെ പഠിക്കാൻ അവർക്ക് പറഞ്ഞിട്ടുള്ളൊരു സമയവും കൂടിയാണ്. പാട്ടൊക്കെ പഠിക്കാം, അതെല്ലാം പഠിക്കാം. 15 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ദുഃഖങ്ങൾ വരാം. എല്ലാവർക്കുമല്ല, ചില പൂര നക്ഷത്രക്കാർക്ക് ചില ദുഃഖങ്ങൾ വരാം. കുടുംബത്തിൽ ധനനഷ്ടം വരാം. വാഹന അപകടങ്ങൾ വരാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. വിദേശത്തോ അന്യ സംസ്ഥാനങ്ങളിലേക്കോ പോകുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. വിദ്യാഭ്യാസ അനന്തരം പോകുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. 21 വയസ്സ് മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. എല്ലാ ഐശ്വര്യങ്ങളും അവർക്ക് ലഭിക്കുന്നു. ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുന്നു. ആഗ്രഹിച്ച തൊഴിൽ, അതായത് അവർ എന്ത് തൊഴിലാണോ ആഗ്രഹിച്ചത്, കൊച്ചിലെ ആഗ്രഹിച്ചത്, ആ തൊഴിൽ തീർച്ചയായിട്ടും അവർക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യമുണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ട വാഹനം വാങ്ങാനും, അതുപോലെ ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീട് സ്വന്തമാക്കാനും അവർക്ക് ഭാഗ്യം അനുകൂലിക്കുന്നു. 31 വയസ്സ് മുതൽ 38 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യത കാണുന്നു. വിദഗ്ധ ചികിത്സ വേണ്ടി വരാം. തീപ്പൊള്ളലോ ഇലക്ട്രിക് ഷോക്കോ മൂലം ഉണ്ടാകുന്ന ഒരു സർജറിയും ആയിരിക്കാം എന്നാണ് കാണുന്നത്. അതുപോലെ പോലീസ് പരാതി, കോടതി നടപടികൾ ഉണ്ടാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ഭയം ഉണ്ടാകാം, ഒരു മരണഭയം ഉണ്ടാകാം. എന്തും ഏതിനേയും ഒരു ഭയം ഉണ്ടാകാം. ജീവിതത്തോടൊരു വെറുപ്പ്, നിരാശ അങ്ങനെയൊക്കെ ഉണ്ടാകേണ്ട ഒരു സമയമുണ്ട്. അത് ബുദ്ധിപരമായി കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കണം. വളരെ ആലോചിച്ച്, വേണ്ടപ്പെട്ടവരോട് ആലോചിച്ചും സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചൊരു തീരുമാനം എടുത്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. എടുത്തു ചാടരുത്. എടുത്തു ചാടിയാൽ ഈ ഘട്ടത്തിൽ, ഈ 38 വയസ്സ് മുതൽ 56 വയസ്സ് വരെയുള്ള ഈ ഘട്ടത്തിൽ ബുദ്ധിശൂന്യമായി പോവും ആ പ്രവൃത്തികളെല്ലാം എന്ന് ആലോചിച്ച് വേണം ഓരോങ്ങൾ ചെയ്യാൻ. അങ്ങനെ ചെയ്താൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും ഒഴിവാക്കാം. 56 വയസ്സ് മുതൽ 72 വയസ്സ് വരെയുള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച എല്ലാ കഷ്ടതകൾക്കും, ദുഃഖങ്ങൾക്കും, മനപ്രയാസങ്ങൾക്കും, നിരാശകൾക്കും എല്ലാത്തിനും പരിഹാരം അവർക്കുണ്ടാകുന്നു. സകലവിധ ഐശ്വര്യങ്ങളും മനസ്സമാധാനവും ശരീരസുഖവും എല്ലാം ലഭിക്കുന്ന ഒരു സമയമാണിത്. 72 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് മോശം ഒരു സമയമാണ്. വേറെ മോശം വേറൊന്നുമല്ല, നിങ്ങളുടെ ഇതിൽ അസൂയ ഉള്ള ആൾക്കാർ ചില അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയും, നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയും, അതായത് മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുകയും, അത് കേട്ടിട്ട് ചിലർ നിങ്ങളെ ഒരു തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതെല്ലാം നിങ്ങൾക്ക് മാറിക്കിട്ടുന്നു. ആ തെറ്റിദ്ധാരണയെല്ലാം കാലം തെളിയിക്കുന്നു. വിദേശവാസവും കാണുന്നു ഈ സമയം.
അടുത്ത ഉത്രം നക്ഷത്രക്കാർക്കുള്ള ഫലങ്ങളാണ് പറയുന്നത്. 10 വയസ്സ് വരെയുള്ള ഉത്രം നക്ഷത്രക്കാർക്ക് ഒരു പരിധിവരെ നല്ലൊരു സമയമാണ്. കുടുംബത്തിൽ ധനം, വസ്തുവകകൾ, വീട് എന്നിവയുണ്ടാകാം. അത് ഈ കുട്ടിയുടെ അച്ഛനമ്മമാർക്ക് പൂർവിക സ്വത്തുകൾ കിട്ടുന്നതിനും, ചിലപ്പോൾ വീടായിട്ടോ അല്ലെങ്കിൽ പണമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ വസ്തുവായിട്ട് തന്നെ അവർക്ക് കിട്ടുന്നതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് ആസ്മ, ശ്വാസമുട്ടൽ പോലുള്ള ചെറിയ ഇങ്ങനെയുള്ള അസുഖങ്ങളും ഈ ബാല്യകാലത്ത് ചില ഉത്തര നക്ഷത്രക്കാർക്ക് വന്നേക്കാം. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു സർജറി വേണ്ടി വന്നേക്കാം. ചില രോഗങ്ങൾ വരാം. അതുപോലെ തന്നെ പഴി കേൾക്കേണ്ടതായിട്ട് വരാം. പോലീസ് പരാതി ഉണ്ടാവാം. അത് അശ്രദ്ധ കാണിച്ചാൽ കോടതി നടപടി ഉണ്ടാവാം. അപ്പോൾ ഈ സമയം കൂട്ടുകെട്ടുന്നത് അച്ഛനമ്മമാർ ഈ കുട്ടിയുടെ കൂട്ടുകെട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വിദ്യാഭ്യാസം തടസ്സമില്ലാതെ നടക്കാം, നല്ല രീതിയിൽ പോകാം. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ഒരു ധനനാശം കാണും. അത് ബുദ്ധിയും യുക്തിയും എല്ലാം കൂടി ചേർത്ത് വളരെയധികം ആലോചിച്ച് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ. അവർ പല ആപത്തുകളും വരുന്നതിന് സാധ്യതയുള്ളതിനാലാണ് അങ്ങനെ ഞാൻ പറഞ്ഞത്. ഇതൊക്കെയാണെങ്കിലും ഇവർക്ക് ഉന്നത വിദ്യാഭ്യാസം, നല്ല നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ഇഷ്ടമുള്ള തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് ഭാഗ്യം ലഭിക്കുന്നു. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് മുൻകാലങ്ങളിൽ അനുഭവിച്ച കുറച്ച് മനപ്രയാസങ്ങൾക്കും അങ്ങനെയൊക്കെയുള്ള മനസ്സിൻ്റെ കുറച്ച് വിഷമങ്ങൾ, അല്ലാതെ തന്നെ കുറേ പ്രയാസങ്ങളുണ്ട്, അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണിത്. എല്ലാ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും എല്ലാം മാറുന്നു. വളരെയധികം ഗുണഫലങ്ങൾ, അതായത് ഐശ്വര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു. ബുദ്ധിക്ക് ഒരു സ്ഥിരത വരുന്നു. അതായത് ആരുടെയും ചോദിക്കാതെ തന്നെ അല്ലെങ്കിൽ ആരുടെ അഭിപ്രായം കേൾക്കാതെ തന്നെ അവർക്കൊരു നല്ലൊരു തീരുമാനം എല്ലാത്തിനും എടുക്കാനായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഒരു ബുദ്ധി നേരെ വരുന്നു. നന്മയും തിന്മയും തിരിച്ചറിയാൻ സാധിക്കുന്നു. ഭഗവാൻ നല്ല ഐശ്വര്യങ്ങൾ ഈ സമയം നൽകുന്നതായിട്ടാണ് കാണുന്നത്. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് വളരെ കരുതലോടെ ജീവിക്കേണ്ട ഒരു സമയമാണ്. കാരണം അപമാനം വന്നേക്കാം. നിങ്ങളെക്കുറിച്ച് വേണ്ടാധീനങ്ങൾ ആൾക്കാർ പറഞ്ഞു വരുത്താം. അതുപോലെ തന്നെ നിങ്ങൾ അത്തരം ഒരു മാനഹാനി വരുന്ന യാതൊരു പ്രവൃത്തികളിലും നിങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ പ്രത്യക്ഷമായോ പരോക്ഷമായോ പങ്കെടുക്കാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ ഒരു മാനഹാനി വരുന്നതിന് സാധ്യതയുണ്ട്. അതുപോലെ ഇണയുടെ വേർപാടുണ്ടാകാനും ഒരു ചെറിയ സാധ്യത കാണുന്നുണ്ട്. സ്വദേശം വിട്ട് അന്യദേശത്തേക്ക് പോയി താമസിക്കാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ മക്കളൊക്കെ വിദേശത്തായിരിക്കും, അവരെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാം. 70 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ എല്ലാം ഭംഗിയായി നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ചില രോഗങ്ങൾ വരാം എന്നുണ്ടെങ്കിലും തക്കതായ വൈദ്യസഹായം ലഭിക്കുന്നതിനാൽ അതെല്ലാം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കും. അതുപോലെ ധനവും ധാന്യങ്ങളും ഐശ്വര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കും. വേറെ പ്രശ്നങ്ങളൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. ഇവിടെ ഞാൻ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷഫലങ്ങൾക്ക് ജാതക പരിശോധന അത്യാവശ്യമാണ്. നിങ്ങൾക്കുള്ള ജാതകപരമായോ വാസ്തുപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മേടമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.